സ്വപ്നം കണ്ട 34 കോടി രൂപ ദയാധനം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബം. ജയിൽ മോചിതനായി റഹീം വരുന്നതും കാത്തു കഴിയുകയാണ് ഇവർ. അബ്ദുൾ റഹീമിന്റെ കോഴിക്കോട് ഫറൂഖിലെ വീട്ടിൽ നിന്നിപ്പോൾ AK ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് മലയാളി ഒത്തൊരുമിച്ച് എത്ര വേഗമാണ് എത്തിയത് എന്നതിൽ നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരു സമയമാണ്. മുഖ്യമന്ത്രി എപ്പോഴും പറയാറുള്ള ആ കേരളം, നമ്പർ 1 കേരളം എന്ന് പറയുന്നത് എന്താണ് എന്നൊരിക്കൽ കൂടി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതിന്റെ സന്തോഷം പ്രേക്ഷകരോട് നേരിട്ട് പറയുന്നതിനായിട്ട് ആ കുടുംബം ഒക്കെയും ഇപ്പോൾ ലതീഷിനൊപ്പം ഉണ്ടോ? തീർച്ചയായും ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളുമെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തുന്നത്. വലിയ സന്തോഷത്തിലാണ് ഇവർ. ഇവിടെ സഹായ കമ്മിറ്റിക്കാരുണ്ട്, അതേപോലെ തന്നെ നാട്ടുകാരുണ്ട്, ഇവരുടെ കുടുംബമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഉറങ്ങി. ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി ഇനി മോനെ കാണുന്നതിലേക്കുള്ള വിഷമങ്ങളായിട്ട് തിരിക്കുക. അത്രയും പെട്ടെന്ന് വന്ന് കാട്ടിത്തരട്ടെ, കാണിട്ടപ്പോൾ സന്തോഷമാവും. ഇത്രയും വലിയൊരു തുക നമ്മൾ സ്വപ്നം കണ്ട തുകയാണല്ലേ ശരിക്കും പറഞ്ഞാൽ? തന്നെ ഇത്ര ആയി കിട്ടും, ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ അള്ളാൻ്റെ വീടോട് കൂടിയിട്ട് ഇത്രയും വേഗത്തിൽ ആ പൈസ ഒക്കെ സ്വരൂപിച്ച് കൊടുത്ത് ഓരോ കാര്യത്തിൽ അതേമാതിരി എൻ്റെ കുട്ടീനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിച്ചും തരട്ടെ എന്നുള്ളത് തേട്ടന്നിരിക്കാം. ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, മലയാളികളായ പ്രവാസികൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് അല്ലേ? ആരും സഹായത്താൽ തന്നെ എല്ലാ കാര്യം ചെയ്ത് നല്ല നിലക്ക് പൈസകളൊക്കെ ശരിയായി കിട്ടി കൊടുക്കാനായിരുന്നു. ഓരോ സഹായം തന്നെ കഴിയുമോ? അപ്പം എൻ്റെ കുട്ടി ഇനി അവിടെ തന്നെ കുടുങ്ങൂലേ എന്നുള്ള ആ ഒരു വിഷമം ഇത്തിരി വന്ന് കുട്ടിയെ കാട്ടിത്തരട്ടെ, കണ്ട് ജീവിക്കാനുള്ള കയറും തരട്ടെ. എത്ര കണ്ട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനപ്പുറത്തായിരിക്കും എങ്കിലും സന്തോഷം തന്നെ. ഇനി മോനെ കണ്ടാൽ സന്തോഷം അങ്ങനെ ഇതിലും കൂടും. കാട്ടിത്തരട്ടെ, കാണട്ടെ, ഇത്ര പറയാൻ. എന്തായാലും ഉമ്മ വലിയ സന്തോഷത്തിലാണ്. സഹോദരനുണ്ട്. എന്താണ് ഈ ഇത്രയും വലിയൊരു തുക സ്വപ്നം പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര പെട്ടെന്നാവും എന്നുള്ളത്? ഇല്ല, നമുക്ക് ഗൾഫിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ തന്നെ 34 കോടി വരുമ്പോൾ എന്താണ് 34 കോടി അങ്ങോട്ട് ചോദിച്ചതാണ്. എന്താ സംഭവം, ഇങ്ങനെ നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. എന്തായാലും വേണ്ടി നമ്മൾ ഇറങ്ങുക, ഒരു കളി കളിക്കുക എന്നുള്ളതിൽ നമ്മൾ ഇറങ്ങി കളിച്ചു. പക്ഷേ ആ ഫസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ചാഞ്ചാട്ടില്ലാത്ത ഒരു ഇതിൽ നമ്മൾ നല്ല പ്രതിസന്ധി ആ ഘട്ടത്തിലൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടായിരുന്നു. ഇല്ല, ഈ 3, 4, 5 ദിവസത്തിൻ്റെ ഉള്ളിലാണ് പെട്ടെന്നാണ് അടിച്ച് കയറുന്നത്. ഇനിയും 2 ദിവസം ബാക്കി നിൽക്കേ ഇന്നലെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, പൈസ അടിച്ച് കയറിയിട്ട്. ഇത്രയും വലിയ ഒരു ഫ്ലോ ആയിരുന്നു. എത്ര കണ്ട് സന്തോഷത്തിലാണ് കുടുംബം ആകെ? ഉമ്മയും നിങ്ങളൊക്കെ പ്രതികരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചാനലൊക്കെ അവിടെ വന്നിപ്പോൾ നമ്മളെ അഭിമുഖം എടുത്താണല്ലോ. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഉമ്മാനെ കണ്ടാൽ തന്നെ അറിയാം. ഉമ്മ സങ്കടപ്പെട്ടിരിക്കുന്ന സമയം ഇപ്പോഴത്തെ അവസ്ഥയും നോക്കി എന്താ പറയുക, സങ്കടം പോയിട്ടുള്ളപ്പോൾ സന്തോഷ കണ്ണീരിലാണ് ഇപ്പോൾ ഉമ്മ ഉള്ളത്. സന്തോഷത്തിൽ തന്നെ എല്ലാവർക്കും എന്താ പറയുക നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. എല്ലാ മീഡിയാസ്, അതുപോലെ സോഷ്യൽ മീഡിയ, ഇത് വരുന്ന ചാനൽ, നമ്മുടെ സഹായിച്ചവർ, പേരെടുത്ത് പറയുന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. തീർച്ചയായും അത്രയും വലിയ ഒരു സന്തോഷത്തിലാണ് റഹീമിൻ്റെ കുടുംബം. ഉമ്മയും സഹോദരനുമാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ സഹായ കമ്മിറ്റിയുടെ ഭാരവാഹികൾ കൂടിയുണ്ട്. ഗിരീഷ് ഉണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെ ട്രഷറായി പ്രവർത്തിക്കുന്നത്. എത്ര വലിയൊരു ടാസ്ക് ആയിരുന്നു ശരിക്കും ഈ പണം? ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ഒരു 1.5 വർഷം മുന്നേ ആരംഭിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അതിന് നിയമപരമായ കുറേ കാര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് കുറച്ച് വൈകി. അതിൻ്റെ എല്ലാ അവസാന ഘട്ടത്തിലെത്തിയതിന് ശേഷമാണ് കഴിഞ്ഞൊരു 2 മാസം മുന്നേ അതിൻ്റെ വീണ്ടും ഞങ്ങളൊരു ട്രസ്റ്റെല്ലാം തയ്യാറാക്കി അത് രജിസ്റ്റർ ചെയ്തു. നിയമപരമായി എല്ലാ കാര്യങ്ങളും കൃത്യതപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഫണ്ടിങ് പ്രവർത്തനത്തിലേക്ക് തുടങ്ങിയത്. തുടങ്ങുന്ന ഘട്ടത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ ഉമ്മയടക്കം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അന്നും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു തുക സമാഹരിക്കുന്നതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ പ്രവാസികളായ സുഹൃത്തുക്കൾ, മനുഷ്യസ്നേഹികൾ, ഈ നാട്ടിലെ ജനങ്ങൾ മറ്റെല്ലാം മാറ്റിവെച്ച് റഹീം കയുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ മനുഷ്യത്വപരമായ ഒരൊറ്റ ലക്ഷ്യത്തിന് മുകളിലാണ് ഒറ്റക്കെട്ടായി ഈ നാട് പ്രവർത്തിച്ചത്. ഈ നാടിൻ്റെ വികാരം അതേപോലെ തന്നെ കഴിഞ്ഞ 18 വർഷമായി ഉമ്മയുടെ കണ്ണുനീർ, തോരാത്ത കണ്ണുനീർ ഈ കേരളം കണ്ടു, ലോകത്താകെയുള്ള മലയാളികൾ കണ്ടു, ലോകത്താകെയുള്ള മനുഷ്യസ്നേഹികൾ കണ്ടു. അവരെല്ലാം കൂടി ചേർന്നാണ് ഈ വലിയ ദൗത്യം
വിജയിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്. നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മ, ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി എങ്ങനെയാണ് മലയാളി ഒന്നിക്കുക, മറ്റെല്ലാം മാറ്റിവെച്ച് ഒന്നിക്കുക എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ റഹീം കെയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കമ്മിറ്റിയുടെ പ്രവർത്തനവും. ഈ റഹീം കെയുടെ മോചനത്തിന് വേണ്ടിയുള്ള ബ്ലഡ് മണി കൊടുക്കുന്നതിന് വേണ്ടി ഒഴുകി വന്നിട്ടുള്ള പണവും സന്നദ്ധ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും എല്ലാം കാണിക്കുന്നത്. കേരളത്തിനെതിരായി ഇപ്പോൾ കേരള വിരുദ്ധമായ പല ചിന്തകളും അതേപോലെ തന്നെ പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതാണ് കേരളം, ഇതാണ് ഞങ്ങൾ, ഇതാണ് മലയാളികളെന്ന് തെളിയിക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ കേരളം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഉമ്മയോടൊപ്പവും ഈ കുടുംബത്തോടൊപ്പവും റഹീം ഖാൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ പേരിൽ സ്നേഹമറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്, കടപ്പാട് അറിയിക്കുക. ഇനി തുടർ നടപടികൾ എങ്ങനെയാണ്? ഇനി എംബസിക്ക് പണം കൈമാറണം, ആ രീതിയിൽ ആ മോചനം സാധ്യമാക്കുന്നതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കമ്മിറ്റി? ഗൾഫിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങൾ ലീഗൽ സെല്ല്, അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകർ, KMCC പ്രവർത്തകരെല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 10:30 മണിക്ക് കമ്മിറ്റി വീണ്ടും ചേരുന്നുണ്ട്. വിപുലമായ നിലയിൽ കമ്മിറ്റി ചേർന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അടിയന്തരമായി നിൽക്കും. ഏറ്റവും അടിയന്തരമായി തന്നെ റഹീം കെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് പറ്റാവുന്ന നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും അവിടെയും നടക്കുന്നുണ്ട്, ഇവിടെയും നടക്കുന്നുണ്ട്. ഇന്ന് 10:30 മണിക്ക് കമ്മിറ്റി ചേർന്ന് ഫൈനൽ ചെയ്യും കാര്യങ്ങൾ. എന്താണ് നാട്ടുകാരെന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ കമ്മിറ്റിയുടെ കോർഡിനേറ്ററാണ് മജീദ്. പിന്നെ ഞാനിതിൻ്റെ ഈ വീട്ടിൻ്റെ ഒരു അയൽവാസി കൂടിയാണ്. 17 വർഷം മുമ്പാണ് റഹീം ഒരു ഹൗസ് ഡ്രൈവറായി പോയത്. അന്ന് ജയിലിൽ കയറിയതിന് ശേഷമുള്ള പ്രതിസന്ധികളൊക്കെ ഈ ഉമ്മയുടെയും സഹോദരനെയും കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് പിന്നെ ഇതിന് ആ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം എന്നാണോ മാപ്പ് കൊടുക്കുന്നത് അന്ന് മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റാവൂ എന്ന സാഹചര്യത്തിലായിരുന്നു. കാരണം അങ്ങനെയാണ് കോടതി അവിടെ നിരീക്ഷിച്ചിട്ടുള്ളത്, കുറ്റവാളിയാണ് എന്ന് നിരീക്ഷിച്ച സാഹചര്യത്തിൽ. അപ്പം നിരന്തരം ഞങ്ങൾ റഹീം ലീഗൽ സഹായ സമിതി അവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 3 കൊല്ലം മുമ്പാണ് ഏകദേശം ഇതിന് മാപ്പ് കിട്ടാനുള്ള പ്രവർത്തനത്തിലേക്ക് തുടങ്ങിയത്. അന്നാണ് ഗിരീഷും ആലിക്കുട്ടി മാസ്റ്ററും സുരേഷും ഞാനും ഒക്കെ അടക്കമുള്ള കമ്മിറ്റി ഫറൂഖിൽ കേന്ദ്രീകരിച്ച് സർവകക്ഷി കമ്മിറ്റി വന്നിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ നിരന്തര ഫലമായി അവസാന സമയത്ത് ആ ഗൾഫിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി ആ കുടുംബവും വക്കീലുമായി ബന്ധപ്പെട്ട് അവസാനം വലിയൊരു തുക 34 കോടി നൽകിയാൽ ഞങ്ങൾ ബ്ലഡ് മണി നൽകിയാൽ വിട്ടുതരാം, മാപ്പ് തരാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആകെ അമ്പരപ്പായിരുന്നു ആദ്യം. പക്ഷേ അവിടെയുള്ള കമ്മിറ്റി ഇവിടെയുള്ള കമ്മിറ്റിയും ഒക്കെ നാട്ടുകാരൊക്കെ ഒരു വിശ്വാസത്തിലെടുത്തു. ന്യൂജൻ നമ്മുടെ മാധ്യമങ്ങളെ, അതായത് സോഷ്യൽ മീഡിയ വഴി നമുക്കിത് ഒരു ക്രൗഡ് ഫണ്ട് കലക്ഷനിലൂടെ നമുക്കിത് കണ്ടെത്താമെന്ന ആശയത്തിലേക്ക് വരികയും അതിനുവേണ്ടി ഞങ്ങളെ കമ്മിറ്റി കൂടുകയും അങ്ങനെ ഞങ്ങൾ അതിന് ഒരു ട്രസ്റ്റ് രജിസ്റ്റർ നിയമോപദേശ പ്രകാരം ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ആ ട്രസ്റ്റ് നിയമപ്രകാരം RBIയുമായും അതുപോലെ തന്നെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായും ദർപ്പൺ രജിസ്ട്രേഷനും ഒക്കെ നടത്തി അതിൻ്റെ പാൻ കാർഡ് എടുത്തു, ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തെ ആദ്യഘട്ടത്തിൽ ഒരു 10-15 ദിവസം ജനങ്ങൾ വേണ്ട രൂപത്തിൽ ഇതിനെ ഏറ്റെടുത്തില്ല എന്നൊരു പ്രയാസത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനം അത് ഒന്നിച്ച് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് അത് ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഒരു ഒഴുക്കായിരുന്നു. ഇന്നലെ ഞങ്ങളത് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കേരളം ലോകത്തിന് തന്നെ മാതൃക നൽകിയ ഒരു സംഭവമാണിത്. അത് മാത്രമല്ല, ഇതിന് കേരളത്തിൽ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളും കലക്ഷനും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ 3-4 ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു എന്നതാണ്. ആ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഡൊണേഷൻ ചെയ്താൽ ആ സമയത്ത് തന്നെ സുതാര്യമായി അത് അക്കൗണ്ടിൽ എത്തി എന്ന് ഉറപ്പുവരുത്താം. അതോടുകൂടി തന്നെ അതിന് റെസീറ്റ് കിട്ടും. അത് മാത്രമല്ല എത്ര ഇതിലേക്ക് വന്നു എന്ന് ലോകത്ത് ആർക്കും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ലോകത്തിന് തന്നെ ഈ കമ്മിറ്റി ഏറ്റവും നല്ല ഒരു മാതൃകാപരമായ ഒരു കലക്ഷൻ്റെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ലോകത്തിന് മാതൃക കാണിച്ചു. അത് ജനം ഏറ്റെടുത്തു. ഞങ്ങൾ അത് 34 കോടി എന്ന് പറയുന്നത് 34.5 കോടിയോളം രൂപ ജനങ്ങൾ നൽകി. ഏതായാലും ഇതിന് വേണ്ടി ഇതിനു വേണ്ടി ജനകീയമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, അതുപോലെ തന്നെ കേരളത്തിലെ 50ഓളം വരുന്ന കാരുണ്യ പ്രവർത്തകർ, ചാരിറ്റി പ്രവർത്തകർ, മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ, നേതാക്കൾ എല്ലാവർക്കും ഈ കമ്മിറ്റിക്കുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കാം. വലിയ സന്തോഷത്തിലാണ് നാട്ടുകാരുൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്, വീട്ടിലേക്ക് എത്തുന്നുണ്ട്, ഉമ്മയെയും കുടുംബത്തെയും കാണുന്നതിനും മറ്റുമായി. എന്തായാലും വലിയ മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്നലെ കടന്നുപോയത്. ആ സന്തോഷത്തിൽ കൈരളി കൂടി പങ്കുചേരുകയാണ്. കാവ്യ.
തീർച്ചയായും ലതീഷ്, ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നുണ്ട്. ആ സ്നേഹം, ആ ഉമ്മയെ നേരിട്ട് അറിയിക്കണമെന്ന് നമ്മുടെ പ്രേക്ഷകരും ലതീഷിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി മകൻ്റെ ആ ഒരു മടങ്ങി വരവിന് കാത്തിരിക്കുന്ന അമ്മയാണ് ലതീഷ്. ആദ്യം ചോദിച്ച ആ ഒരു ചോദ്യം, 18 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും സമാധാനമായി ആ ഉമ്മ ഉറങ്ങിയ ഒരു ദിവസം കൂടിയാണ് ഇന്നലെ എന്നുള്ളത് എടുത്തു പറയണം. എല്ലാവരും, മലയാളികളെല്ലാവരും അബ്ദുൾ റഹീമിൻ്റെ ആ മടങ്ങി വരവിനായാണ് ഇനി കാത്തിരിക്കുന്നത്.